നമസ്കാരം. തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രെയിനുകളിലൊന്നായ മലബാർ എക്സ്പ്രസിൽ കയറി ഞങ്ങൾ ഇന്ന് കർണാടകയിലെ മംഗളൂരുവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. വൈകുന്നേരം 3:30 ഞങ്ങളിപ്പം മ്യൂസിയം ഭാഗത്താണ്. ഇത് ഇവിടുത്തെ ആർട്ട് മ്യൂസിയമാണേ. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് മ്യൂസിയം മൃഗശാലയൊക്കെ ക്ലോസ് ആണ്. പിന്നെ ആ ഭാഗത്തേക്ക് ഇനി വീട്ടുകാരില്ല. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു തിരക്കെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടമാണ് ഈ മ്യൂസിയം മൃഗശാല ഭാഗം. മൃഗശാല ഉള്ളത് ആ ഭാഗത്തേക്കാണ്. എനിക്കിപ്പം നേരെ സ്റ്റാച്ചു ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത്. മ്യൂസിയം ഭാഗത്തുനിന്ന് സ്റ്റാച്ചു ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. പാളയം വഴി നമുക്ക് നടന്നു പോവാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിനായിരുന്നു വന്നത്. ഞാനിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നടക്കാമെന്ന് കരുതി. ഞങ്ങൾക്കിഷ്ടപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഇവിടെ സൈഡിൽ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഇവിടെയാണ്. പാളയത്തെ ക്രിസ്ത്യൻ പള്ളി ഇവിടെയാണ്. പാളയത്തെ ജമാ മസ്ജിദ് ഈ കാണുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാളയത്തെ ഗണപതി ക്ഷേത്രം ഉള്ളത്. ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ കേരളത്തിലല്ലാതെ മറ്റെവിടെ കാണാനായി സാധിക്കും? മൂന്നും അടുത്തടുത്താണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പാളയം മാർക്കറ്റും ഉള്ളത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ നടന്നു വന്ന ഒരു പ്രധാന വഴികളിലൊന്നാണിത്. ഒരുപാട് ഓർമ്മകളുണ്ട്. നല്ല ചൂടാണ് ഇവിടെ. ഞങ്ങൾ ഓരോ ഷാർജ ഷേക്ക് കുടിച്ചിട്ട് പോകാന്ന് കരുതി. നേരത്തെ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ? അതിന് മറ്റൊരു കാരണമുണ്ട്. ഞങ്ങൾ ചെറുപ്പകാലത്ത് പട്ടം കുന്നുകുഴി ഭാഗത്തായിരുന്നു പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം സിറ്റിന്റെ ഓരോ മുക്കും മൂലയും ഞങ്ങൾക്കറിയാം. അങ്ങനെ നടന്ന് സ്റ്റാച്യൂലെത്തി. ഇപ്പം 4:15. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. ഇവിടെ സ്റ്റാച്യു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതിയല്ലോ. സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്. ഭക്ഷണം വാങ്ങിച്ചിപ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ ഇവിടെ എത്തിയേ. നേരെയാണ് കിഴക്കേക്കോട്ട. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ ഇവിടെ നിന്ന് അടുത്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തമ്പാനൂര്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ. അങ്ങനെ നടന്നിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തിയേ. ഇപ്പൊ സമയം 5 മണിയായി. അതുപോലെ തന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 6:40 അതിപോലെ തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ സമയത്ത് ഒരുപാട് ട്രെയിനുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അതായത് 5:30 ഗുരുവായൂർക്ക് പോകുന്ന ഇൻ്റർസിറ്റി, 5:45 വഞ്ചിനാട്. ഇതൊക്കെ പോയി ശേഷം മാത്രമേ പ്ലാറ്റ്ഫോം ക്ലിയർ ആവുള്ളൂ. എനിക്കൊന്ന് വഞ്ചിനാട് പോയ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും മിക്കവാറും മലബാർ വരിക അല്ലേ? 4 or 5. നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി നോക്കാം. 166-29 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 5 കടന്നു വരികയാണ്. ഇത് പെട്ടെന്നാണ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇതിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളുണ്ട്. 10 സ്ലീപ്പർ ക്ലാസ്, 5 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്. സ്ലീപ്പർ ക്ലാസ്സിൽ S6 കോച്ചിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെ തന്നെ മലബാർ എക്സ്പ്രസ് എന്നുള്ള നല്ല മലയാളത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. 2007 നിർമ്മിച്ച കോച്ചാണിത്. ഡോറുകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും ഒരു 10 മിനിറ്റ് കഴിയും. AC ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അൺറിസേർവ്ഡിൻ്റെ അടുത്തേക്കെല്ലാം ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആദ്യം കയറി. ഞങ്ങളുടെ ബെർത്ത് വരുന്നത് ഈ കയറിയ ഉടനെ തന്നെയുള്ള അപ്പർ ബർത്താണ്. 67ഉം 70ഉം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇതാ ഈ ലൈറ്റ് ഓഫ് ആവുകയില്ല. അതായത് ഈ ബെർത്തിൽ കിടക്കുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. കുഴപ്പമില്ല, ഒരു നൈറ്റ് മാത്രമല്ലേ ഇതിൽ യാത്രയുള്ളൂ. കോച്ചിൽ ലൈറ്റൊക്കെ വന്നേ. ഈ കയറി വരുന്ന ഇവിടെ തന്നെ S6 എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. പെട്ടെന്ന് ട്രെയിനിലേക്ക് വരുന്നവർക്ക് അതൊരു ഉപകാരമാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ മിററുണ്ട്. താഴെയാണ് ചാർജിങ് സോക്കറ്റ്. സൈഡ് അപ്പർ സൈഡ് ലോവറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സൈഡ് അപ്പറിൻ്റെ അവിടെ ഇല്ല,
സൈഡ് ലോവറിൻ്റെ ഇവിടെയാണ്. ഇവിടെ ഒരു വണ്ടി കാണുന്നില്ലേ, ഇത് രാത്രി 8:55 മംഗളൂരുവിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. ഇതിന് പുതിയ LHP റേക്ക് കിട്ടി. ശരിക്കും ഇതിന് LHP റേക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാ, മംഗളൂരിൽ നിന്ന് മുംബൈ ലോകമാന്യത്തിലേക്കുള്ള മത്സ്യഗന്ധിയില്ലേ, അതിന് കിട്ടിയതുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് തന്നെ കിട്ടിയത്. ശരിക്കും ഇതിനെക്കാട്ടിയും മേജർ പ്രയോറിറ്റി വേണ്ടത് മലബാർ, മാവേലി തുടങ്ങിയ ട്രെയിനുകൾക്കാണ്. കാരണം എല്ലാം വളരെ പഴക്കം ചെന്ന കോച്ചുകളാണ് ഇതിനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മലബാർ ആയാലും മാവേലി ആയാലും മറ്റ് 2 ട്രെയിനുകൾ കൂടി റേക്ക് ഷെയറിംഗിൽ ഓടുന്ന ട്രെയിനാണ്. അത് ഏത് ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ മംഗളൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ മെയിലും 4 ട്രെയിനുകളാണ് റേക്ക് ഷെയറിംഗ്. അതുപോലെ തന്നെ LHPയിലേക്ക് വരുവാണെങ്കിൽ എത്ര റേക്ക് വേണം, അതായിരിക്കും എന്താ പറയുക ഈ പറഞ്ഞ പോലെ വൈകുന്നത്. ഭാവി എന്നല്ല എന്തായാലും വരേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ ആശ്രയിക്കുന്ന ട്രെയിനുകൾ തന്നെയാണ് മലബാറൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന നേരെ മംഗളൂരിലേക്കാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് സ്ലീപ്പറിൽ 365 രൂപയാണ്. അതുപോലെ തന്നെ ഈ LHPന്റെ കാര്യം പറയുമ്പോൾ 4 ട്രെയിനുകൾ മാവേലി, മലബാർ, വെസ്റ്റ് കോസ്റ്റ്, ചെന്നൈ മെയിൽ, ഈ 4 ട്രെയിനുകളും പാലക്കാട് ഡിവിഷന്റെ വണ്ടിയാണ്. 7:25 മംഗളൂരു സെൻട്രലിലേക്ക് പോകാനുള്ള മാവേലി എക്സ്പ്രസ് ഇതാ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. മാവേലി ഇവിടുന്ന് 7:25 പുറപ്പെടുള്ളൂ. നമ്മളതിപ്പോൾ ഇവിടുന്ന് 6:40 പുറപ്പെട്ടാലും നമ്മൾ ഈ ട്രെയിൻ ഓവർടേക്ക് ചെയ്യും. കാരണം ഇത് ആലപ്പുഴ വഴിയാണല്ലോ പോവുക. ആദ്യം എറണാകുളത്തെത്തുക ഈ വണ്ടിയാണ്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 166-29 തിരുവനന്തപുരത്തു നിന്നും കോട്ടയം ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ മംഗലാപുരം മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 1669 तिरुवनंतपुरम सेंट्रल से कोटयम शोरनूर होकर मंगलूर तक जाने वाली मलबार एक्सप्रेस तिरुवनंतपुरम सेंट्रल प्लेटफॉर्म नंबर 5 पर खड़ी है. ഈ മലബാർ എക്സ്പ്രസിൽ ഡി റിസർവ്ഡ് കോച്ച് ഉണ്ട്. ഈ ഡി റിസർവ്ഡ് കോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകൽ സമയത്ത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനെയാണ്. അത് ലിമിറ്റഡ് കോച്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ പോകാൻ പറ്റുന്നത് S8 കോച്ചിലാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെയാണ്. നാളെ രാവിലെ ആണെങ്കിൽ കണ്ണൂരിൽ നിന്ന് മംഗലാപുരം വരെ, അത് S9 കോച്ചാണ്. 6:40 തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മലബാർ എക്സ്പ്രസ് പുറപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിനും മംഗളൂരുവിനും ഇടയിൽ ഈ ട്രെയിൻ ആകെ 51 സ്റ്റോപ്പുകളാണുള്ളത്. रवाना होगी. Your attention please. Train number 16604. ഇപ്പോൾ ട്രെയിൻ പുറപ്പെട്ട സമയത്ത് ഇതിൻ്റെ ലോക്കോമോട്ടീവ് കാണിക്കാനൊന്നും ഞങ്ങൾ പോയില്ല. കാരണം ഞങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് എന്തായാലും കാണാം. WAP7 തന്നെയാണ് ഇതിൻ്റെ ലോക്കോമോട്ടീവ്. തിരുവനന്തപുരത്തിനോട് വിട. രാവിലെ മംഗളൂരിൽ നിന്ന് വിട്ട വണ്ടിയാണിത്. മംഗളൂരു സെൻട്രൽ, കന്യാകുമാരി, പരശുറാം. പകൽ സമയം മുഴുവൻ കേരളം വഴി ഓടുന്ന ട്രെയിനാണിത്. പക്ഷെ ഇതിനൊക്കെ ഫുൾ യാത്ര ചെയ്യുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. CC പിന്നെയും കുഴപ്പമില്ല. സെക്കൻഡ് സീറ്റിങ്ങും ജനറലൊക്കെ സീറ്റിങ്ങൊക്കെ വളരെ ശോകമാണ്. ഞങ്ങളിതിൽ തിരുവനന്തപുരത്തു നിന്ന് നീലേശ്വരം വരെയൊക്കെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. പഴയ കൊച്ചുവേളി. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഹംസഫറാണ്. തിരുവനന്തപുരം നോർത്ത് SMBT ബംഗളൂരു. (6:56)
തിരുവനന്തപുരം വിട്ടതിന് ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് കഴക്കൂട്ടത്താണ്. അൺറിസർവ്ഡിൽ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. മുരുക്കുമ്പുഴ കഴിഞ്ഞ് ട്രെയിൻ ഇപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അടുത്ത സ്റ്റോപ്പ് കടയ്ക്കാവൂർ. 7:41. ട്രെയിൻ ഇപ്പം വർക്കല ശിവഗിരിയിലെത്തി. ഇവിടെ 2 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണമായിരുന്നു. ട്രെയിൻ ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് എത്തി. പരവൂർ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നിലുള്ള വലിയ വളവ്. ലോക്കോമോട്ടീവ് ഇവിടുന്ന് തന്നെ കാണാം നമുക്ക്. ഈ വളവ് നേരെ വളഞ്ഞെത്തുക കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ് ഇവിടെ. പാർക്കിംഗ് ആണ് ഇവിടുത്തെ. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ ഇതാണ്. കൊല്ലത്ത് ഈ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. കൊല്ലം ജില്ലയിൽ ഇനി 2 സ്റ്റേഷനിലും കൂടെ സ്റ്റോപ്പ് ഉണ്ട്. ശാസ്താംകോട്ടയും കരുനാഗപ്പള്ളിയും. അങ്ങ് അവിടെ ഒരു മെമു ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. അത് 1A പ്ലാറ്റ്ഫോമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ആകെ നീളം 1180 മീറ്ററാണ്. അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ 3ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ഇവിടെയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ആ മെമു ട്രെയിൻ കിടക്കുന്നത് 1A പ്ലാറ്റ്ഫോം. നീളമേറിയ പ്ലാറ്റ്ഫോം ഈ കാണുന്നതാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള കേരള എക്സ്പ്രസ്. കേരള ഇന്ന് ഡിലേ ഇല്ല. ഇനി വാങ്ങിച്ച ഭക്ഷണം കഴിക്കുവാണേ. ഞങ്ങള് ദോശയും ചിക്കൻ പുരട്ടുമാണ് വാങ്ങിച്ചത്. തിരുവനന്തപുരത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ ചിക്കൻ പുരട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. പിന്നെ പൊറോട്ടയൊന്നും വാങ്ങിച്ചില്ല, ദോശ വാങ്ങിച്ച്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം കുറേ സമയമായില്ല, ഒരു 4:00ക്ക് ശേഷമാണല്ലോ വാങ്ങിച്ചത്. ട്രെയിൻ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തി. കായംകുളം ജംഗ്ഷൻ. ഈ ട്രെയിനിന് കോട്ടയം വഴിയാണ് പോവുക. മാവേലിക്ക് ഇവിടുന്ന് ആലപ്പുഴ വഴി. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മാവേലിക്കരയാണ്. മാവേലിക്കര, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, അങ്ങനെ. 9:37. ട്രെയിൻ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. പത്തനംതിട്ട ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. പ്രത്യേകിച്ച് ശബരിമല സീസണിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല 9:48.
10:23 ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ഈ തിരക്ക് കാണുന്നില്ലേ, ഇത് കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്കുള്ള വിവേക് എക്സ്പ്രസ്സിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. അതിപ്പോൾ വരും ഇവിടെ. കോട്ടയം ബസ് സ്റ്റാൻഡ്. കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ രാത്രി കാഴ്ച. ഇനി നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. രാവിലെ 5:40 ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. വടകര റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ അടിമുടി മാറി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നല്ലോ വടകര. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ കോച്ചിൽ അധികം ആൾക്കാരൊന്നും ഉറങ്ങി എഴുന്നേറ്റിട്ടൊന്നുമില്ല. കാരണം ഈ നമ്മുടെ കോച്ചില്ലേ, ഇതിൽ കൂടുതൽ ആൾക്കാരും പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗത്തേക്കുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഉറങ്ങി എഴുന്നേക്കേണ്ട കാര്യമൊന്നും വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മാഹിയാണ്. 5:52 ട്രെയിൻ ഇപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. മാഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പക്ഷെ കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. വടകരയെ പോലെ മാഹി കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. ഇവിടെ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം ഇവിടെയാണ്. രാവിലെ 6:10 ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് കയറി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. നേരെയൊക്കെ പുലർന്നു വരികയാണ്. ഇനിയിപ്പോൾ അടുത്തത് കണ്ണൂരാണ്. തലശ്ശേരി കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നൊരു കാഴ്ചയാണ്. അവിടെയൊക്കെ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് കാണാം. നല്ലൊരു ഭംഗിയാണിത് കാണാൻ. പ്രത്യേകിച്ച് ഈ രാവിലെ സൂര്യനൊക്കെ ഉദിക്കുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ കണ്ണൂരെത്തി. ഇവിടെ മഴയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡി റിസർവ്ഡ് കോച്ച് ഇനിയിപ്പം കണ്ണൂർ മുതൽ മംഗലാപുരം വരെ ഉണ്ടെന്ന്. അത് S9 ആണ്. പക്ഷെ നമ്മുടെ കോച്ചിലേക്കൊക്കെ ആൾക്കാർ കയറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാൻ തരും. TT-മാരൊക്കെ ഉണ്ട്. അതായത് നല്ല ചെക്കിംഗ് ആണ്. അങ്ങനെ പെട്ടെന്ന് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് കയറി വന്നിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. കണ്ണൂർ മുതൽ ഈ ട്രെയിനിന് പാസഞ്ചറാണ്. കാരണം ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഇതിന് സ്റ്റോപ്പ് ഉണ്ട്. എക്സ്പ്രസ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ എന്താ പറയാ, ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഫുഡ് എന്തെങ്കിലും വാങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ ഇനി അങ്ങോട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലേന്റെ ഭാഗത്ത് അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേഷനിൽ തന്നെ ഒന്നും തന്നെ കിട്ടൂല. പക്ഷെ എന്താ പറയാ, ഇവിടെ വിൽക്കുന്ന സമയത്ത് ഇഡലി വട മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഞങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് മംഗലാപുരം എത്തിയ ശേഷം കഴിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെ ഇറങ്ങിയ സമയത്ത് കാലാവസ്ഥ അടിപൊളി മാറി. നോക്കിയാൽ നല്ല മഴയാണിപ്പം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ മലബാർ എക്സ്പ്രസിന് ഏതെങ്കിലും വണ്ടി ഇന്ന് ഓവർടേക്ക് ചെയ്യുമോ? ഒരു വണ്ടി പറയുന്നുണ്ട്, അതായത് എറണാകുളത്ത് നിന്ന് പൂനെയിലേക്ക് പനവേല് വഴി പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്. മിക്കവാറും നീലേശ്വരേക്ക് എത്താനാകുമ്പോൾ ഓവർടേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടുന്ന് ഇത് ലഘുവായിട്ട് വാങ്ങാൻ വേണ്ടി കാരണം വെച്ചാല് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പയ്യന്നൂരായാലും കാഞ്ഞങ്ങാട്, കാസർഗോഡ് സ്റ്റേഷനൊന്നും നമുക്ക് കച്ചവടക്കാരൊന്നുമില്ല, ഒന്നും തന്നെ കിട്ടൂല. അപ്പം അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഫാനൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഫാനിൽ വലിയ പൊടിയൊന്നും ഇല്ല അല്ലേ. അതായത് നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് മേലെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടി കാണാം. വളരെ ഒരു അപൂർവമായ ഒരു മാറ്റം. ഇതിന് വലിയ പൊടിയൊന്നുമില്ല, പക്ഷെ ഇത് വളരെ പഴയ കോച്ചാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവര് വൃത്തിയാക്കിയതാണെന്ന് തോന്നല്ലേ. അതന്നെ ഞാൻ പറഞ്ഞു, നല്ല ക്ലീനിങ് ഉണ്ട് നീര് കാണുമ്പോൾ തന്നെ. ട്രെയിൻ ഇപ്പോൾ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും കയറാനൊന്നുമില്ല.
പിന്നെയുള്ളത് അൺറിസർവ്ഡിൻ്റെ അവിടെയാണ്. സ്ലീപ്പർ ക്ലാസിൻ്റെ ഇവിടെ ആരും തന്നെ ഇല്ല. ഒരു കാമായ ഒരു സ്റ്റേഷനാണ് വളവട്ടണം. ആ മുൻഭാഗത്തെ അൺറിസർവ്ഡിൽ കയറാൻ കുറച്ച് ആൾക്കാരെ കാണാം. വളരെ പതുക്കെയാണ് ഇതുവഴി ഇപ്പോൾ പോകുന്നത്. റോഡ് അങ്ങ് അതുവഴിയാണ്. ഒരു ബസ്സൊക്കെ പോകുന്നത് കാണാം. ഈ നദിയുടെ തീരത്താണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പ മടപ്പുര. ഏഴ് 3 ട്രെയിൻ ഇപ്പോൾ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. വലിയൊരു മഴ പെയ്ത് ഇവിടെ പോയി. പിന്നെ ഇവിടെ അൺറിസർവ്ഡിൻ്റെ ഭാഗത്തേക്കെല്ലാം നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു S7 അതുപോലെ തന്നെ S6 S5 ഈ ഭാഗത്തേക്കൊന്നും അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ടൊന്നും ആരും ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. ഇനി പയ്യന്നൂരിന്നൊക്കെ കയറുമോ നമുക്ക് നോക്കാം. പഴയങ്ങാടി എത്തി. പഴയങ്ങാടി എത്തിയാൽ നമുക്ക് ചൂട്ടാട് ബീച്ചിലേക്ക് പോവാം. ഇവിടെ നിന്ന് അടുത്താണ് ചൂട്ടാട് ബീച്ച്. നല്ലൊരു മനോഹരമായ ബീച്ചാണത്. അതുപോലെ തന്നെ മാടായിക്കാവിലേക്കും നമുക്ക് ഇവിടുന്ന് പോകാം. 7:13 പഴയങ്ങാടി. ഇവിടെയും 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഏഴ് 23 ട്രെയിൻ ഇപ്പോൾ ഏഴുമല സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായത്. അവരൊക്കെ അൺറിസർവ്ഡിലാണ് കയറിയത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏഴുമലയിലാണ്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലത്തെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ ആയ നേവൽ അക്കാദമിയാണ്. ഏഴുമല കഴിഞ്ഞ് പയ്യന്നൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ആ പുറകു ഭാഗത്ത് മലനിരകളാണ്. ഏഴ് 28 ട്രെയിൻ ഇപ്പോൾ പയ്യന്നൂരിലേക്ക് എത്തി. പയ്യന്നൂരിന്നൊക്കെ നല്ല തിരക്കാണ്. ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തി. തൃക്കരിപ്പൂര് 7:37. ഈ ട്രെയിന് ഏറ്റവും പുറകിൽ ലേഡീസ് കോച്ചുണ്ട്.
മാവേലിക്കും ലേഡീസ് കോച്ചുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ്സിനും ലേഡീസ് കോച്ചുണ്ട്. ഈ മലബാർ എക്സ്പ്രസ്സിന് കാസർഗോഡ് ജില്ലയിൽ മാത്രം 10 സ്റ്റോപ്പുകളാണ്. 7:54 ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ എത്തിയേ. ഇവിടെ നിന്നാണ് എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് ഓവർടേക്ക് ചെയ്യുക. ഇതാ വരുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നീലേശ്വരത്തു നിന്നൊക്കെ ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ട കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണ്. ഗംഗ ആ ഭാഗത്തും കൂടുതൽ ആൾക്കാരെ കാണാം. ഞങ്ങൾ കൂടുതലും ട്രെയിൻ വന്നിറങ്ങുന്ന സ്റ്റേഷൻ ഇതാണ്, ഞങ്ങളുടെ ഹോം സ്റ്റേഷൻ. ഇന്ന് പിന്നെ ഇതിൽ ഫുൾ യാത്രയുണ്ടല്ലോ. രാജാസ് സ്കൂളാണ് ഇവിടെ. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവിടെ ഒരു കാവുണ്ട്. മന്നംപുറത്ത് കാവ്. 8:20 ട്രെയിൻ ഇപ്പോൾ കാഞ്ഞങ്ങാടേക്ക് എത്തി. ട്രെയിൻ ഇപ്പോൾ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായേ. ഈ തൊട്ട് മുന്നിലാണ് കടൽ. പിന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. റെഡ് മൂൺ ബീച്ചാണ് ഈ കാണുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ബേക്കൽ ഫോർട്ട് എത്തി. ഈ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന് ബേക്കൽ കോട്ടയിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ ബേക്കൽ ഫെസ്റ്റ് ഇല്ലേ, അതൊക്കെ നടക്കുന്നത് ഇതാ ആ റെഡ് മൂൺ ബീച്ചിൻ്റെ ഭാഗത്താണ്. ഇവിടെയാണ് ബേക്കൽ ഫെസ്റ്റ് നടക്കുക. ട്രെയിൻ ഇപ്പോൾ കോട്ടിക്കുളത്തെത്തിയേ. ഇവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കാണ് ലെവൽ ക്രോസിങ്. അങ്കമാലിയിലുണ്ട്, അതുപോലെ തന്നെ നെടുമംഗലം തമിഴ്നാട്ടിൽ കുറച്ച് സ്റ്റേഷനിലൊക്കെ ഇതേപോലെ തന്നെ ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ്. 8:48. ഇവിടെയും നവീകരണമാണ്. KGQ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. പിന്നെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലത്തെ ഒരു ബോർഡാണ് ഇത്. UTS ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. കർണാടകയിലത്തെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയാൽ അവിടുത്തെ ബോർഡിൽ മലയാളം കാണുമോ? എന്നാൽ ഇവിടെയൊക്കെ കാണും. കാരണം ഇവിടെ ഈ തുളുമായിട്ട് ബന്ധപ്പെട്ട് കന്നഡ ഇവിടെ എന്തായാലും എഴുതും. പക്ഷേ കർണാടകയിൽ ഒരു ഭാഗത്ത് പോലും ഇങ്ങനെ കാണൂല. 9:02 ട്രെയിൻ ഇപ്പോൾ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നെയിം ബോർഡിൽ കന്നഡ കൂടെ എഴുതി കാണുന്നില്ലേ? ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റേഷനിലും കന്നഡ കൂടെ കാണും. പക്ഷെ ഇങ്ങനെ കന്നഡ എഴുതുമ്പോൾ മംഗലാപുരം കർണാടകയിലല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും മലയാളം എഴുതൂല. അതങ്ങനെയാണ്. പയ്യന്നൂർ മുതൽ കാസർഗോഡ് വരെ ഈ സീസൺ ടിക്കറ്റൊക്കെ എടുത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവരൊക്കെയായിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായത്. നമ്മൾ കൂടുതൽ ഈ വിൻഡോൻ്റെ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായത്.
ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും കൂട്ടത്തോടെ തന്നെ കയറിയല്ലേ. അതായത് ഈ ഒരു സീറ്റിൽ മാക്സിമം 5 ആൾക്കാർ, അതിൻ്റെ മേലെ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തം ആൾക്കാരാണ്. അതായത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേ റിസർവേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏത് സ്ലീപ്പർ ക്ലാസ്സിൽ S9 കയറേണ്ടത് ഇവിടെ കയറി കഴിഞ്ഞാലും TT വരുന്ന സമയത്ത് മാറണമെന്ന് പറഞ്ഞാൽ അവർ പോയിക്കോളും, അത് പ്രശ്നമില്ല. ഇത് സീസൺ ടിക്കറ്റ് കൂട്ടത്തോടെയാണ് കയറി വരുന്നത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് കയറി വന്നിരുന്നു. ചെക്കർ വന്ന സമയത്താണ് ഏകദേശം എന്താ പറയുക, കാഞ്ഞങ്ങാടൊക്കെ എത്തിയ സമയത്തും ആ നീലേശ്വരം ഭാഗത്തൊക്കെ എത്തിയ സമയത്ത് നമ്മൾ പൂനെ വണ്ടി ഓവർടേക്ക് ചെയ്തല്ലോ ചെറുത്തൂർ, ആ ഒരു ഭാഗത്തൊക്കെ എത്തുന്ന സമയത്താണ് ഇവർ പയ്യന്നൂരിൽ കയറിയവരൊക്കെ മാറി കയറിയത്. 9:15 ട്രെയിൻ ഇപ്പോൾ ഉപ്പള സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അണ്ടർസേവിൽ നല്ല തിരക്കുണ്ട്, ആൾക്കാർ സ്റ്റെപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ മഞ്ചേശ്വരം 9:22. മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കർണാടകയിലേക്ക് കയറും. ഈ മലബാർ എക്സ്പ്രസിൻ്റെ തിരക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, രാവിലത്തെ പ്രധാനപ്പെട്ട ആദ്യത്തെ വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് മലബാർ എക്സ്പ്രസിന് പറയാം. കാരണം ഇതിനു മുന്നേ കണ്ണൂരിൽ നിന്ന് രാവിലെ 5 മണിക്കാണ് മാവേലി എക്സ്പ്രസ് ഒക്കെ എത്തുന്നത്. അതിന് പറഞ്ഞാൽ ഈ ഓഫീസിൽ, അതുപോലെ തന്നെ സ്കൂള്, കോളേജ്, പിന്നെ ആശുപത്രി, മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കുറവായിരിക്കും. ഇതിനാണല്ലോ ആദ്യമായിട്ട് കയറുന്നത്, അതുകൊണ്ടാണ് തിരക്ക്. ഇതിന് ശേഷം ഇതിൻ്റെ പിറകെ വേറൊരു വണ്ടി കൂടിയുണ്ട്. കണ്ണൂരിൽ നിന്ന് രാവിലെ 7:45 മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ. അതിൻ്റെ പിറകാണ് 8 മണിക്കത്തെ തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് ഒക്കെ വരുന്നത്. സ്വാഭാവികമായിട്ട് പാസഞ്ചറിന് നല്ല തിരക്കായിരിക്കും. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ കർണാടകയിലേക്ക് എത്തി. ഉള്ളാൽ 9:35 ഇപ്പോൾ. ഞങ്ങളുടെ അപ്പർ ബർത്തിൻ്റെ താഴെയുള്ള 2 മിഡിൽ ബർത്തും ലോവർ ബർത്തിലെ ആൾക്കാർ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് കയറിയവരാണ്. അവർ തിരുവനന്തപുരം RCCയിൽ കാണിച്ച് തിരിച്ചു വരുന്നവരാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കുട്ടിക്കൊക്കെയാണ് ക്യാൻസർ ഈ ഒരു പ്രായത്തിൽ ബാധിച്ചത്. ഞങ്ങൾക്കത് ശരിക്കും കാണുമ്പോൾ വിഷമം വന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ മലബാറിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ചികിത്സാ കാര്യത്തിന് വേണ്ടി മംഗലാപുരത്തേക്കും ഈ ട്രെയിനെ ആശ്രയിക്കുന്നുണ്ട്. നേത്രാവതി റിവർ, അതിലൂടെയാണ് റോഡ്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു നദി തന്നെയാണ്. പാലത്തിന് ഇതുവഴിയൊന്നും നടക്കാൻ പറ്റില്ല. ചില പാലങ്ങൾക്കൊക്കെ ഇതുവഴി ഇങ്ങനെ നടന്നു വരാനുള്ള വഴികൾ സെപ്പറേറ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ ആൾക്കാരൊക്കെ ഇതിലൂടെ നടന്നൊക്കെ വരും കേട്ടോ. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൽക്കാനുള്ള ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ കാണുന്നില്ലേ, ഒക്കെ പാലത്തിൻ്റെ ഓരോരോ വർക്കിനൊക്കെ വേണ്ടി ആൾക്കാർ വന്ന് ഇവിടെ കയറി നിൽക്കാം. കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗളൂരു സെൻട്രൽ ടച്ച് ചെയ്യാതെ മംഗളൂരു ജംഗ്ഷൻ ഉടുപ്പി ഭാഗത്തേക്കുള്ള ട്രാക്കാണിത്. നേത്രാവതി ക്യാബിൻ. ഇനിയിപ്പോൾ ഇത് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള ട്രാക്കാണ്. തിരുവനന്തപുരത്ത് നിന്നും 632 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ എത്തിയ കർണാടകയിലെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:55.
ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. MAQ എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 5662 ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ಇಂದ സുബ്രഹ്മണ്യ റോഡിലേക്കുള്ള പാസഞ്ചറിന്റെ അനൗൺസ്മെന്റ് ആണത്. ലല്ലാഗുഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആയിരുന്നു ലോക്കോമോട്ടീവ്. മംഗളൂരു സെൻട്രൽ. ഈ വീഡിയോയിൽ 2 സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുകൾ കാണിച്ചു, തിരുവനന്തപുരം സെൻട്രലും മംഗളൂരു സെൻട്രലും. ആകെ 5 സെൻട്രലേ ഉള്ളൂ. കാൺപൂർ സെൻട്രൽ, ചെന്നൈ സെൻട്രൽ, മുംബൈ സെൻട്രൽ. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോകാം. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റേഷൻ അങ്ങ് അവിടെ അവസാനിച്ചു. കൂടുതൽ ആൾക്കാരും ഇതുവഴി തന്നെയാണ് പുറത്തേക്ക് പോവുക. സെൻട്രൽ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു ബസ് നിർത്തിയതാണ്. ഇത് ഇവിടുന്ന് നേരെ കൊല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ബസ് ഉണ്ട്. ഉടുപ്പി ഭാഗത്തേക്ക് എല്ലാം ഇവിടുന്ന് ഓരോ ബസ് എന്തായാലും ഓരോ ട്രെയിൻ വരുന്ന സമയത്ത് ഉണ്ടാവും. നമ്മളിന്ന് യാത്ര ചെയ്ത മലബാർ എക്സ്പ്രസിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 1888-ലാണ്. ഇനി പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുക്ക് വരുന്ന ആ ഒരു മലബാർ എക്സ്പ്രസ് അല്ല കേട്ടോ അന്ന്. അതായത് ഉച്ചയ്ക്ക് ശേഷം മംഗളൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിൽ പോകുന്ന മെയിലാണ് അന്ന് മലബാർ മെയിൽ എന്ന പേര് അറിയപ്പെട്ടത്. അന്ന് ആ സമയത്ത് ആ ട്രെയിൻ കോഴിക്കോട് നിന്ന് മദ്രാസ് വരെയാണ് സർവീസ് ഉണ്ടായത്. പിന്നീട് അത് കോഴിക്കോട് നിന്ന് മംഗളൂരുവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് 1963 സമയത്താണ് മംഗലാപുരത്ത് നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെയാണ് മലബാർ എക്സ്പ്രസ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് 1976 സമയത്ത് കോട്ടയം ആ ഒരു ലൈൻ ബ്രോഡ് ഗേജ് വന്നതിന് ശേഷമാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലബാർ എക്സ്പ്രസിൻ്റെ ഒരു പേരുണ്ടല്ലോ, ആ പേരെന്താണെന്ന് അറിയണ്ടേ? അതായത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരെ അറിയപ്പെടുന്നത് മലബാർ കോസ്റ്റ് എന്ന പേരാണ്. അതായത് കർണാടകയിലെ മംഗലാപുരം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നമ്മുടെ കേരളമൊക്കെ അതിൽ ഉൾപ്പെടും. അതുപോലെ ആ ഒരു റൂട്ടിലേക്കൂടെ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ് മലബാർ എക്സ്പ്രസ് എന്നൊരു പേര് വന്നത്. കൂടാതെ തന്നെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ പറഞ്ഞ ഈ ജില്ലകളൊക്കെ ഉണ്ടല്ലോ, കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ ജില്ലകളും. അപ്പോൾ ആ ഒരു ജില്ലകളെ പറയുന്ന പേര് മലബാർ ആണല്ലോ. ആ ഒരു പേരും കൂടെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ ഒന്നായ മലബാർ എക്സ്പ്രസിൽ മുഴുവനായിട്ടാണ് സ്ലീപ്പർ ക്ലാസ്സിൽ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇനിയിപ്പം ഇവിടുന്ന് അടുത്തൊരു യാത്രയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾക്ക് വരാൻ മറ്റൊരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇനി അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഓണത്തിൻ്റെ കാഴ്ചയാണ്. കാരണം ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ഓണപ്പൂക്കളൊക്കെ ഇട്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.